നാളിതുവരെ ഈ നഗരത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള രണ്ട് മുന്നണികളുടെയും വികസന വിരുദ്ധമായ നിലപാടുകൾക്ക് ബദലായി നഗരവികസനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നഗരമായി, അത് വികസനം കൊണ്ടും സാംസ്കാരിക പെരുമ കൊണ്ടും രാജ്യത്തിലെ ഏറ്റവും മാതൃകാ നഗരമായി തൃശ്ശിവപ്പേരൂരിനെ മാറ്റുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുമ്പോട്ട് വെക്കുന്നത്. അതിനായാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഈ നഗരത്തിൽ അവതരിപ്പിക്കുന്നത്. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. പരിണതപ്രജ്ഞരായിട്ടുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, വിവിധ പ്രൊഫഷനുകളായിട്ടുള്ള ആളുകളുണ്ട്, ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളുണ്ട്. ഈ നഗരത്തിൽ ജീവിക്കുന്ന എല്ലാ സാമൂഹിക ഘടകങ്ങളുടെയും പങ്കാളിത്തമുണ്ട്. അങ്ങനെ ഈ നഗരത്തിലെ മൊത്തം ജനജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ്. അതിൽ ആകെയുള്ള 56 സീറ്റിൽ 29 സീറ്റുകളാണ് ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള BDJസുമായിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. BDJസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകളിലെ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇപ്പോൾ BJP മത്സരിക്കുന്ന 29 സ്ഥലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആ പ്രഖ്യാപനത്തിലേക്ക് കടക്കും മുമ്പ് ഇന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ 3 ടേമായി ഈ തൃശ്ശൂർ നഗരസഭാ കൗൺസിലർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന, തൃശ്ശൂർ നഗരസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചുകൊണ്ട് ഈ നഗരത്തിലെ ആളുകൾക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള ശ്രീമതി ഷീബ ബാബു, അവർ ജനതാദൾ എസിൻ്റെ കൗൺസിലറായിരുന്നു. അവരിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുമായി, ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിക്കാൻ തയ്യാറായി NDAയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ വന്നിട്ടുണ്ട്. അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 15 വർഷമായി ഈ നഗരഭരണത്തിൽ അവരുടെ പങ്കാളിത്തം, തുടർന്നങ്ങോട്ട് NDAക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നഗരസഭാ ഭരണത്തിൽ ഞങ്ങൾക്ക് ഗുണകരമാകും, മുതൽക്കൂട്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നഗരത്തിൽ കൃഷ്ണപുരം ഡിവിഷനിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, കൃഷ്ണാപുരം ഡിവിഷനിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ ഈ പ്രാവശ്യം മത്സരിക്കും. അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബാക്കിയുള്ള ഞാൻ ലിസ്റ്റ് വായിക്കാം. ഡിവിഷൻ 1 പൂങ്കുന്നം ശ്രീ രഘുനാഥ് സി മേനോൻ, BJPയുടെ തൃശ്ശൂർ വെസ്റ്റ് മണ്ഡലത്തിൻ്റെ പ്രസിഡന്റാണ്. പാട്ടുരാക്കൽ ശ്രീ കൃഷ്ണമോഹൻ, വിയൂർ SC ജനറലാണ് മനോജ് നെല്ലിക്കാട്. പെരിങ്ങാവ് ജയശ്രീ ടീച്ചർ. വില്ലടം രമ്യ കുമരൻചാത്ത്. ഷേറൂർ മനു പള്ളത്ത്, യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്. മുല്ലക്കര ദിവ്യ TV. ഉള്ളൂക്കര ഗിരീഷ് ചെറുവാറ. കൃഷ്ണാപുരം ഞാൻ പറഞ്ഞു, ഷീബ ബാബു, അവർ NDA സ്വതന്ത്രയായിട്ടാണ് മത്സരിക്കുന്നത്. കുട്ടനല്ലൂർ ET ബാലൻ. പറവട്ടാണി ജോമേഷ്. ചെമ്പൂക്കാവ് K മഹേഷ്. മിഷൻ ക്വാർട്ടേഴ്സ് ആന്റണി പാലത്തിങ്കൽ. കുരിയാച്ചിറ നിമ്മി ജോൺ. വളറക്കാവ് ശോഭ മേനോൻ. അഞ്ചേരി ജയശ്രീ K.
ഒല്ലൂർ സെൻറ്റർ ജയിൻ പാലത്തിങ്കൽ, എടക്കുനി നിഖില ഉത്തപ്പള്ളി, തൈക്കാട്ടുശ്ശേരി ധനിക ടീച്ചർ, ചിയാരം നോർത്ത് സോഫിയ സൈജു, കുരിയാച്ചിറ വെസ്റ്റ് രമ്യ ആൻ്റണി, തേക്കിൻകാട് പൂർണിമ സുരേഷ്, കോട്ടപ്പുറം വിനോദ് കൃഷ്ണ, വടൂക്കര സദാനന്ദൻ വാഴപ്പള്ളി, കണിമംഗലം പത്മിനി ഷാജി, കാര്യാട്ടുകര കെ കെ രാധാകൃഷ്ണൻ, കാനാട്ടുകര മിനി രാജീവ്, എലത്തുരുത്ത് സൗമ്യ സലേഷ്, ചേറ്റുപുഴ സജിനി സത്യൻ. അങ്ങനെ 29 സ്ഥലത്തേക്കുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള വാർഡുകളിലെ ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്നതാണ്.